السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين. اللهم ألهمنا مراشد أمورنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. اللهم اغفر لنا ولمشايخنا وللوالدين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുബാറക്കായ ജീവചരിത്രത്തെക്കുറിച്ച് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം വരെ എത്തിയിട്ടില്ല. നബിയുടെ ജനനത്തിന് മുമ്പ് സംഭവിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നബിതങ്ങൾ ജനിക്കുന്ന ആ നാട്ടിലേക്ക്, ആ നാട്ടാരിലേക്ക്, ആ കുടുംബത്തിലേക്ക് ഒക്കെ ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ക്ഷണിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നടപ്പിൽ വരുത്തിയ ഒരു മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, ഒരു അത്ഭുതത്തെക്കുറിച്ച്. അള്ളാഹു അത്ഭുതകരമായ രീതിയിൽ കാബയെ തകർക്കാൻ വന്ന ഒരു സൈന്യത്തെ തച്ച് തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ലോകത്തിൻ്റെ തന്നെ മുഴുവൻ ശ്രദ്ധയും വന്ന് മക്കയിലേക്ക് തിരിക്കുകയുണ്ടായി. വാസ്തവത്തിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് അല്ലെങ്കിൽ വരവിന് മുമ്പായിട്ട് ചെയ്തൊരു കാര്യം പോലെയാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്നാണ് ചരിത്രകാരന്മാർ അതിനെക്കുറിച്ച് പറയുന്നത്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായിട്ട് വനിതയെക്കുറിച്ച്, വളരെ ശ്രേഷ്ഠതയുള്ള ഒരു സ്ത്രീയെക്കുറിച്ച്, ഒരു പെണ്ണുങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചത്. നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഉമ്മു അയ്മൻ റളിയല്ലാഹു അൻഹ, അവരുടെ പേര് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, മറന്നു പോരുത്. ബറക്ക അൽ ഹബിഷിയ എന്നവരറിയപ്പെടുന്നത്. അതായത് അബിസീനിയക്കാരിയായ ബറക്ക. അബിസീനിയ എന്ന് പറഞ്ഞാൽ അടിമയായിട്ട് അവിടെ നിന്ന് വരുന്നവരാണ്. അപ്പോൾ ഈ ബറക്ക എന്ന് പറഞ്ഞ സ്ത്രീ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മരിച്ചുപോയ കോടാനുകോടി വരുന്ന മുസ്ലിമീങ്ങൾക്ക് അല്ലെങ്കിൽ ലോകർക്ക് തന്നെ മാതൃകയാകുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരിചയപ്പെടുത്തി. നമ്മൾ ഇസ്ലാമിൻ്റെ സുതാര്യതയെക്കുറിച്ച് നമ്മളൊന്ന് ശരിക്കും ചിന്തിച്ച് നോക്കിയാൽ, ആ സ്ത്രീ ഒരടിമയാണ്, കറുത്ത വർഗ്ഗക്കാരിയായ സ്ത്രീയാണ്. പിന്നെ നമ്മൾ പലപ്പോഴും ഇകഴ്ത്തി പറയുന്ന പോലെ ഒരു പെണ്ണാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇതൊന്നും ഇസ്ലാമിൽ വന്നപ്പോൾ, മുസ്ലിമായതിന് ശേഷം നല്ല ജീവിതം കാഴ്ചവെച്ചപ്പോൾ ഒരു മഹദിയാകാൻ വേണ്ടി അവർക്ക് ഒരു തടസ്സമായേ ഇല്ല എന്നതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത, ദീനിൻ്റെ പ്രത്യേകത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിലേക്ക് ചേർന്നാൽ, അവിടുത്തെ ജീവിതവുമായി ബന്ധപ്പെട്ടാൽ ഒരു സ്ത്രീക്ക് കിട്ടുന്ന മഹത്വം, അത് പെണ്ണാണെന്നുള്ളത് ഒരു തടസ്സമാകുന്നില്ല, അടിമ സ്ത്രീയാണെന്നുള്ളതൊരു തടസ്സമാകുന്നില്ല, അതേപോലെ തന്നെ കറുത്ത വർഗ്ഗക്കാരിയാണ് എന്നുള്ളതൊരു തടസ്സമാകുന്നില്ല. അല്ല, ഇവനൊരു പുലയനല്ലേ, അള്ളാഹ് മതം പോയി സ്വീകരിച്ചാൽ ഇല്ലാ വിലക്കെല്ലായിടത്തും പോയിടാം, ഇല്ലത്തും പോയിടാം ജ്ഞാനപ്പെണ്ണെ, കണ്ടോ സുന്നത്തിൻ മഹത്വം ജ്ഞാനപ്പെണ്ണെ എന്ന് പണ്ട് മലയാളത്തിൻ്റെ മഹാകവി പാടിയിട്ടുണ്ട്. ഇന്നലെ വരെ അവന് പുലയനായിരുന്നു, താഴ്ന്ന ജാതിക്കാരനായിരുന്നു. ഉയർന്ന ജാതിക്കാരുടെ പരിസരത്ത് പോകാൻ പോയിട്ട് അവരൊന്ന് കണ്ണുയർത്തി നോക്കാനുള്ള സ്വാതന്ത്ര്യം പോലും അവനില്ലായിരുന്നു. പക്ഷേ ഇന്നവൻ മതം മാറിയപ്പോൾ, മുസ്ലിമായപ്പോൾ, ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനിനെ മനസ്സിലാക്കിയപ്പോൾ അവൻ്റെ സ്ഥാനം പള്ളിയിൽ ഏറ്റവും കൂടിയ ആളുകൾ നിൽക്കുന്നതിൻ്റെ കൂടെ അവരോട് തോളോട് തോൾ ചേർന്നിട്ട് ഒരു ഐത്തവും കൽപ്പിക്കപ്പെടാതെ ഒരൊറ്റ ശരീരത്തെ പോലെ സഫായിട്ട് ചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് അവർ കാണുന്നത്. ഏതായാലും അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു കാര്യം കൂടി ഇപ്പോൾ സമയത്ത് ചേർത്ത് പറയാം. ജനന വിഷയത്തിൽ റബീഉൽ അവ്വൽ 12-നാണോ 8-നാണോ 9-നാണോ 2-നാണോ എന്നൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് റബീഉൽ അവ്വൽ 12-നാണെന്നുള്ളതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അത് മുഴുവൻ ഇത്തിഫാക്കായ കാര്യം. ഇൻഷാ അല്ലാഹ് അവിടെ എത്തുമ്പോൾ നമുക്ക് അതിൻ്റെ വിശദീകരണങ്ങൾ പറയാം. ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഇംഗ്ലീഷ് മാസം വെച്ച് നോക്കുകയാണെങ്കിൽ വർഷം 571, ക്രിസ്തുവിന് ശേഷം 571 ഏപ്രിൽ 20 അല്ലെങ്കിൽ 22 ഏകദേശം നമുക്ക് തഹ്കീക്ക് ചെയ്യുമ്പം കണക്കാക്കാൻ വേണ്ടി സാധിക്കും. അത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആനക്കലഹ വർഷത്തിൽ ഒരു തിങ്കളാഴ്ച പുലർച്ചയ്ക്ക് റബീഉൽ അവ്വൽ 12, പ്രസിദ്ധമായ അഭിപ്രായ പ്രകാരം റബീഉൽ അവ്വൽ 12 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂമിയിലേക്ക് പിറവിയെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് പല അത്ഭുത സംഭവങ്ങളും നടന്നു.
അതിൽ വളരെ സഹിഹായ റിവായത്തോടുകൂടി സനദോടുകൂടി റിവായത്ത് ചെയ്യപ്പെട്ട ചില സംഭവങ്ങളുണ്ട്. ആദ്യം നമുക്കത് പറഞ്ഞു തുടങ്ങാം. അതിൽ ഒന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മയും ഉപ്പയും തമ്മിൽ കല്യാണം കഴിക്കുന്നത് മുതലല്ല എൻ്റെ തുടക്കം. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ മണ്ണുകൊണ്ട് പടക്കുന്ന സമയത്ത് തന്നെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഞാൻ ഖാത്തമുൻ നബിയാണ് എന്ന് എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എൻ്റെ ഉപ്പാപ്പ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പ്രാർത്ഥന അന ദഅവത്തു അബി ഇബ്രാഹിം, അതേപോലെ തന്നെ വബുഷ്റ ഈസ നബി അലൈഹി, എൻ്റെ സഹോദരൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയ്ക്ക് നൽകിയ സന്തോഷ വാർത്തയാണ് ഞാൻ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എൻ്റെ ഉമ്മ ഒന്നെങ്കിൽ എന്നെ ഗർഭം ധരിച്ച സമയത്ത് അതല്ലെങ്കിൽ എന്നെ പ്രസവിക്കുന്ന സമയത്ത് അവരിൽ നിന്നൊരു പ്രകാശം ഇങ്ങനെ പുറപ്പെടുകയും അങ്ങ് ഷാമിലുള്ള കോട്ടകളെ വരെ അത് പ്രകാശിപ്പിക്കുന്നതായിട്ട് കാണുകയും ചെയ്തു നാം. ഇത് ശരിക്കും പ്രസവിക്കുന്ന സമയത്ത് നടന്ന കാര്യം, അല്ലെങ്കിൽ ഗർഭത്തിലുള്ള സമയത്ത് നടന്ന കാര്യം. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് ഭൂലോകത്ത് നടന്ന വലിയൊരു അത്ഭുതം. കാരണം നമുക്കറിയാം, സാധാരണക്കാരൻ്റെ എൻട്രി അല്ലല്ലോ നടക്കാൻ പോകുന്നത്, ഒരു വലിയൊരു മഹാനുഭവൻ്റെ എൻട്രി അല്ലേ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ചില അത്ഭുത സംഭവങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒന്നാണ് ആ ഉമ്മയിൽ നിന്ന് ഒരു പ്രകാശം ഇങ്ങനെ പോവുകയും ഷാമിലുള്ള, അങ്ങ് സിറിയയിലുള്ള, അല്ലെങ്കിൽ സിറിയയും ബാക്കിയുള്ള പ്രദേശങ്ങളൊക്കെ കൂടിക്കലർന്നതായിരുന്നു അന്ന് ഷാമും. ആ ഷാമിൻ്റെ ഭാഗത്തുള്ള കോട്ടകൾ തെളിയുകയും ചെയ്തു. എന്തുകൊണ്ടാണ് അതിൽ അങ്ങനെ ഒരു ബിഷാറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചതെന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. അവസാന കാലഘട്ടം ആകുമ്പോഴത്തേക്ക് ദീന് യഥാർത്ഥ രീതിയിൽ നിലനിൽക്കുക ഷാമിൻ്റെ ഭാഗത്തായിരിക്കും. അതുകൊണ്ട് തന്നെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ഇറങ്ങുന്നത് ഷാമിലെ സിറിയയിലെ ഡമാസ്കസിലെ ഒരു വെള്ള മിനാരമുള്ള പള്ളിയുടെ മുകളിലായിരിക്കും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ഇറങ്ങുന്നത്. അതിലേക്കുള്ള സൂചനയാണ് ഈ ഉമ്മ കണ്ട ഈ സ്വപ്നമെന്ന് പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പ്രബലമായി സഹീഹായി നമുക്ക് ഉറപ്പോടുകൂടി പറയാൻ പറ്റുന്ന ഒരു സംഭവം, അത് മറക്കരുത് കേട്ടോ, നമ്മുടെ നബിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് അള്ളാഹു ഭൂമിയിൽ കാണിച്ചത്. അങ്ങനെ തന്നെ നമ്മൾ ഇതൊക്കെ നമ്മൾ മുമ്പ് കേട്ട സംഭവങ്ങളായിരിക്കും, നമ്മൾ ഒരുപാട് തവണ വായിച്ച സംഭവം. പക്ഷേ ഇപ്പം നമ്മൾ അറിയുന്നത് ഒരു പ്രത്യേക ഫീലിലൂടെ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു വെച്ചൊരു കാര്യം എപ്പോഴും ഓർമ്മ വേണം, ഒരു മൊഹബത്തിൻ്റെ, ഒരു ഇഷ്കിൻ്റെ, ഒരു 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 സ്നേഹബന്ധത്തിൻ്റെ ഫീലോടുകൂടി. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു പ്രകാശം വന്നിട്ടുണ്ട്, അങ്ങനെ ആയിട്ടുണ്ട്, ഇങ്ങനെ ആയിട്ടുണ്ട്. പക്ഷെ ഇനി അങ്ങനെയല്ല കേൾക്കണ്ടേ. എൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഭൂലോകത്തേക്ക് വരുമ്പോൾ റബ്ബ്, ആരാണ് റബ്ബ്? ആകാശഭൂമികളെ സൃഷ്ടിക്കുന്ന, എന്നെ നിങ്ങളെ സൃഷ്ടിച്ച, ലോകത്തെ മുഴുവനെ പഠിച്ചു ഉണ്ടാക്കി പരിപാലിക്കുന്ന റബ്ബ്, അതിന് മുന്നോടിയായിട്ട് ലോകത്തുണ്ടാക്കിയ അത്ഭുതങ്ങൾ. ആ അത്ഭുതങ്ങളിൽ ഒന്നാമത്തത് എന്താ? എൻ്റെ നബിയുടെ ഉമ്മയുടെ ഉള്ളിൽ നിന്നൊരു പ്രകാശം ഇങ്ങനെ പുറത്തു വരികയും അങ്ങ് ഷാമിലുള്ള കോട്ടകൾ വരെ പ്രകാശിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ആമിന ബീവി തന്നെ പറയുന്നുണ്ട്, ഹലീമ ബീവിയോട് പിന്നെ പറയുന്ന ആ ഒരു ദീർഘമായ ഹദീസിൽ കാണാം, ഈ കുട്ടിയെ പ്രസവിച്ച സമയത്ത് സാധാരണ കുട്ടികൾ പറന്ന് വീഴുന്നത് പോലെ ആയിരുന്നില്ല വീണത്, മറിച്ചോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കമന്ന് കൈ കുത്തിയിട്ടായിരുന്നു വീണത്. വറാഫിഅൻ റഅസഹു ഇല സമാ, ആ സമയത്ത് തങ്ങൾ, ആ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവിടുത്തെ തല ഇങ്ങനെ ആകാശത്തേക്ക് ഉയർന്നിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അല്ലാഹു അക്ബർ. അതും ഒരു പ്രസവ സമയത്തുണ്ടായ അത്ഭുതകരമായ പ്രബലമായ റിവായത്തിലൂടെ വന്ന ഒരു ഹദീസാണ്. അപ്പോൾ അത് ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തത്, സാധാരണ കുട്ടികൾ ജനിക്കുന്നത് പോലെയല്ല ജനിച്ചത്, മറിച്ച് കൈ ഇങ്ങനെ കുത്തി ആകാശത്തിലേക്ക് തലയുയർത്തിക്കൊണ്ടാണ് ജനിച്ചത്. ചില റിവായത്തുകൾ വരുന്നുണ്ട്, ഈ പുലർച്ചെ ഇരുട്ട് സമയത്ത് പ്രസവിക്കപ്പെട്ടതുകൊണ്ട്. അന്ന് ജാഹിലിയ കാലഘട്ടത്തിലുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ, ഒരു പാത്രത്തിൽ, ഒരു ചെമ്പ് പോലത്തെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് അതിങ്ങനെ മൂടി വെക്കുമായിരുന്നു. എന്നിട്ട് പിന്നെ സൂര്യൻ ഉദിച്ചതിന് ശേഷം മാത്രം ആ മൂടി തുറന്നിട്ട് കുഞ്ഞിനെ നോക്കുമായിരുന്നുള്ളൂ അവർ, ഈ രാത്രി പ്രസവിക്കുന്നതുകൊണ്ട് പുലർച്ചയ്ക്ക് ഇരുട്ടത്ത്. അപ്പോൾ ഏതായാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ മൂടി വെച്ചു, അതിൻ്റെ മേലെ ഇങ്ങനെ പൊത്തി വെച്ചു. പിന്നീട് രാവിലെ അതിങ്ങനെ തുറക്കാൻ വേണ്ടി പോയപ്പോൾ തന്നെ അതിങ്ങനെ പിളർന്നു വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തിലേക്ക് നോക്കിയിരിക്കുന്നതായിട്ട് കാണപ്പെടുകയും ചെയ്യുന്നുവെന്നും ചില റിവായത്തുകളിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. രണ്ടാമത്തത്, ഒരു പ്രത്യേക രീതിയിലുള്ള വരവായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈ കുത്തിയിട്ട് ആകാശത്തിലേക്ക് ഇങ്ങനെ തലയുയർത്തിക്കൊണ്ടുള്ള വരവ്. മൂന്നാമത്തത്, ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെ സൂചനയായിട്ട്, അതിൻ്റെ അടയാളമായിട്ട് അന്ന് വരെയും ഉദിക്കാതിരുന്ന ഒരു പ്രത്യേക നക്ഷത്രം അന്നത്തെ ദിവസം ഉദിച്ചു എന്ന്. അത് അഹ്ല കിതാബിൽപ്പെട്ട യഹൂദികൾക്കും നസ്രാനികൾക്കും അത് അറിയാമായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ സഹോദരൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയ്ക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുൻകാല വേദഗ്രന്ഥങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള കുറേ അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങൾപ്പെട്ട ഒരു അടയാളമാണ് ഒരു പ്രത്യേകതരം നക്ഷത്രം ഉദിക്കും എന്നുള്ളത്. അത് പിന്നെ യഹൂദികൾക്ക് അറിയാമായിരുന്നു, അവരത് പ്രതീക്ഷിച്ചിരിക്കുന്നുമുണ്ട്. കാരണം എന്താ, അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കിയാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് 2 ആൺമക്കളാണ് ഉള്ളത്. ഒന്ന് ഇസ്ഹാഖ്,
മറ്റേത് ഇസ്മായിൽ. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ യാക്കൂബ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കളിൽ നിന്നാണ് പിന്നെ ബനൂ ഇസ്രായേൽ മുഴുവനും ഉണ്ടാകുന്നത്. പ്രവാചകന്മാർ മുഴുവനും അയക്കപ്പെടുന്നത് ആ പരമ്പരയിൽ നിന്നാണ്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പരമ്പരയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. ഈ ബനൂ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവസാന പ്രവാചകനെക്കുറിച്ച് ഒരുപാട് ഫളായിലുകൾ അവരിങ്ങനെ പണ്ട് മുതലേ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവരുടെ പണ്ഡിതന്മാർക്ക് ആ നബിയുടെ ശ്രേഷ്ഠത അറിയാം. അപ്പോൾ അവർ നന്നായി ആഗ്രഹിച്ചിരുന്നു ആ നബി ഞങ്ങളിൽ നിന്നുള്ള ആളായിരിക്കണമെന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് അവർ മക്കത്തും മദീനത്തും ഹിജ്റ ചെയ്ത് വന്ന് താമസിച്ചു. എപ്പോഴും അതിൻ്റെ അടയാളങ്ങളൊക്കെ നോക്കി അവരിൽ ജനിക്കുന്ന പ്രധാനപ്പെട്ട കുട്ടികൾക്ക് ആ അടയാളമുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു നക്ഷത്രം ഉദിച്ച അന്ന് ഹസ്സാൻ ബിൻ സാബിത്ത്, മദീനക്കാരനായ ഹസ്രജിയായ ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ്, അന്നത്തെ ദിവസം എനിക്ക് ഏകദേശം 7, 8, 9 വയസ്സ് പ്രായമുള്ള സമയം. അത്യാവശ്യം നടക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു പ്രായത്തിലെത്തിയ സമയം അത്. അന്ന് ഒരു യഹൂദി എല്ലാവരെയും വിളിച്ചുകൂട്ടി. ഒരു കുന്നിൻ്റെ ചെരുവിൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി. യാ മാശറ യഹൂദ്, യാ മാശറ യഹൂദ് എന്ന് പറഞ്ഞു. എല്ലാവരും ഒരുമിച്ച് കൂടി. ആൾ ചോദിച്ചു, മാഷവനുക്ക് എന്ത് പറ്റി നിനക്ക്? അയാൾ പറഞ്ഞു, തല അല്ലൈല നജ്മു അഹ്മദ് അല്ലദി ഉലിദ ബിഹി. അഹ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ വേദഗ്രന്ഥങ്ങളിൽ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അഹ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൻ്റെ പേരിൽ ഉദിക്കപ്പെടുന്ന നക്ഷത്രം ഇന്നത്തെ രാത്രി ഉദിച്ചിരുന്നു കേട്ടോ. എവിടെയോ ഒരു സ്ഥലത്ത് ആ പ്രവാചകൻ ഭൂജാതനായിരിക്കുന്നു എന്നാണ്. ആ സമയത്ത് ചില മറ്റു റിവായത്തുകൾ വരാൻ ചില യഹൂദികൾ, ചുരുക്കി പറയാട്ടോ, അത് സഹിഹാണോ എന്ന് സംശയമുള്ളതുകൊണ്ട് ചുരുക്കി പറയാണ്, ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന സമയത്ത് മക്കത്തൊരു യഹൂദി വന്നു എന്നാണ്. ആ യഹൂദി അറബികളോടൊക്കെ ചോദിച്ചു, ഇന്ന് ആരെങ്കിലുമൊക്കെ ജനിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചിട്ടുണ്ടെന്നുള്ള വിവരം കിട്ടി. അദ്ദേഹം വന്ന് ആ നുബുവത്തിൻ്റെ അടയാളങ്ങളൊക്കെ ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് പെട്ടെന്ന് ബോധം കെട്ട് വീണു എന്നാണ്. കാരണം എന്താ, ഇതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അയാൾക്ക് ഉറപ്പായപ്പോൾ അയാൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. കാരണം അവർ അത്രയും പ്രതീക്ഷിച്ചിരുന്നു ഞങ്ങളിൽ നിന്നായിരിക്കും ആ നബി വരിക എന്നുള്ളത്. പിന്നീട് റസൂലുള്ളാഹി മദീനത്തെത്തിയിട്ട് നബി തങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി അവർക്ക് ഏറ്റവും വലിയ തടസ്സം ഈ ഒരു അസൂയായിരുന്നു. ഞങ്ങൾക്ക് കിട്ടേണ്ട നുബുവത്ത്, ഈ മഹത്വം അത് ഖുറൈശികൾക്ക് പോയല്ലോ, അത് അറബികളിൽപ്പെട്ട ഒരാളായിപ്പോയല്ലോ എന്ന അസൂയയും അഹങ്കാരവുമായിരുന്നു അവർ ഇസ്ലാം സ്വീകരിക്കുന്നതിൽ നിന്ന് തടഞ്ഞത്. അങ്ങനെ ഈ യഹൂദി മറിഞ്ഞു വീണ് പിന്നെ ബോധമൊക്കെ വന്നപ്പോൾ അയാൾ വളരെ നിരാശയോടുകൂടി ദഹബത്തി നുബുവത്തു മിന്ന, നുബുവത്ത് നമ്മളിൽ നിന്ന് നീങ്ങിപ്പോയി, അത് നിങ്ങളിലേക്ക് എത്തി ഖുറൈശികളെ എന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മൂന്നാമത്തെ സഹിഹായ അടയാളം അല്ലെങ്കിൽ അത്ഭുതകരമായ സംഭവം ജനനത്തോടനുബന്ധിച്ചുണ്ടായത് അത് ഒരു പ്രത്യേകതരം നക്ഷത്രം ഉദിച്ചു എന്നുള്ളതാണ്. ഇനി ഇതിനോടൊപ്പം സാധാരണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൻ്റെ സമയത്ത് നടന്ന അത്ഭുത സംഭവങ്ങളായിട്ട് റിവായത്ത് ചെയ്യപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ വോയിസിൻ്റെ ഈ വീഡിയോ എടുക്കുന്നതിന് നമ്മൾ വോയിസ് ആയിട്ട് ക്ലാസ്സുകൾ എടുത്തിരുന്നല്ലോ, അതിൽ നമ്മളത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഏതാണെന്നൊക്കെ നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് പറയാം. ആദ്യത്തെ 3 കാര്യങ്ങൾ സെപ്പറേറ്റ് മാറ്റി വെക്കണേ. അടുത്ത പറയാൻ പോകുന്നത് നിങ്ങൾ വേറെ മനസ്സിലാക്കണം. ഒന്നാമത്തത് അന്നത്തെ സാമ്രാജ്യത്വ ഭീകരനായിരുന്നു, അന്നത്തെ സാമ്രാജ്യത്വ ശക്തിയായിരുന്ന കിസ്രയുടെ, പേർഷ്യൻ രാജാവിൻ്റെ വലിയ ഗോപുരമുണ്ട് ഇവാൻ. അതൊന്ന് മുഴുവനായിട്ട് കുലുങ്ങിയെന്ന. അത് ചില്ലറ ഗോപുരമൊന്നുമല്ല. പിന്നീട് മുസ്ലിമീങ്ങൾ അതിനെ കീഴടക്കിയതിന് ശേഷം, നമ്മൾ അന്ന് സംഭവങ്ങളിൽ പറഞ്ഞിരുന്നു, കീഴടക്കിയതിന് ശേഷം അതിലുണ്ടായിരുന്ന കിസ്ര ഇരുന്ന ഒരു വിരിപ്പ് മാത്രമുണ്ട്. ആ വിരിപ്പ് മുഴുവനായിട്ട് പിന്നെ സ്വർണ്ണ നൂലുകൾ കൊണ്ട് തുന്നിയതും പവിഴങ്ങളും മുത്തുകളും വെക്കപ്പെട്ടതുമായിരുന്നു. ആ വിരിപ്പെടുത്ത് പിന്നീട് മദീനത്തേക്ക് കൊണ്ടുവന്ന് അത് മുസ്ലിമീങ്ങൾക്കെല്ലാം വീതിച്ച് നൽകി. അലി റളിയല്ലാഹു അൻഹുവിന് അതിൻ്റെ ഒരു ചെറിയ കഷ്ണം കിട്ടി. ഒരു ചാണ് മാത്രം വലിപ്പവും നീളമുള്ള ഒരു ചെറിയൊരു ടവൽ പോലത്തെ ഒരു കഷ്ണം കിട്ടി. അത് പിന്നീട് അലി റളിയല്ലാഹു അൻഹു വിറ്റപ്പം അദ്ദേഹത്തിന് 20,000 ദീനാർ കിട്ടിയെന്നാണ്. അത്രയും വിലപിടിപ്പുള്ള വിരിപ്പായിരുന്നു അടയിൽ വിരിച്ചിരുന്നത്. അതിൻ്റെ ഉയരവും വണ്ണവും ഒക്കെ വരുന്നുണ്ട്. വലിയൊരു ഗോപുരമായിരുന്നു. ആ ഗോപുരം കുലുങ്ങിയതിൽ നിന്ന് അതിൽ നിന്നുള്ള 14 മാളികകൾ, 14 ബാൽക്കണികൾ, റൂമുകൾ എന്നൊക്കെ പറയാം, തകർന്ന് തരിപ്പണമായിട്ട് നിലത്ത് വീണു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. അപ്പോൾ പിന്നീട് മുസ്ലിമീങ്ങൾ കീഴടക്കിയതിന് ശേഷം അതിൻ്റെ മാളികകളിൽ നിന്നുള്ള ഒറ്റൊരു മാളികകളിൽ നിന്നെടുത്ത സാധന സാമഗ്രികൾ കൊണ്ടാണ് ബാഗ്ദാദ് എന്ന നഗരത്തിൻ്റെ മുഴുവൻ ഘടകങ്ങൾക്കും, അതിൻ്റെ അതിരിലുള്ള മുഴുവൻ ഘടകങ്ങൾക്കും അതിൻ്റെ തറ പണിതത് ഒരൊറ്റ മാളികയിലെ കല്ലുകളും സാമഗ്രികളും കൊണ്ടാണ്. അപ്പം അതിൻ്റെ ബാക്കിയുള്ള ആ ഇത്രയും മാളികകൾ അടങ്ങിയ ആ വലിയ ഗോപുരത്തിൻ്റെ വലിപ്പം വണ്ണമെന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കിസ്രയുടെ ഈവാൻ ഒന്ന് കുലുങ്ങിയെന്ന വിറച്ചു. അതിൽപ്പെട്ട 14 മാളികകൾ തകർന്ന് തരിപ്പണമായി എന്നാണ്. അതിനൊക്കെയുള്ള സൂചന ചരിത്രകാരന്മാർ പറയുന്നത്, ഏകദേശം അന്ന് കിസ്ര അതിനെപ്പറ്റിയുള്ള വ്യാഖ്യാനം അന്വേഷിച്ചപ്പം ഇനി 14 രാജാക്കന്മാരും കൂടിയ പേർഷ്യയിൽ ഭരിക്കൂ, അതിനുശേഷം നിങ്ങളുടെ രാജാധിപത്യം നശിക്കും എന്ന് ഒരാൾ വ്യാഖ്യാനിച്ചു. അതിനുശേഷം നമ്മൾ നോക്കിയാൽ ഏകദേശം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്ത് കിസ്രയുടെ അവസാനത്തെ രാജാവും പരാജയപ്പെട്ട്
അവരുടെ രാജാധിപത്യം നിലംപതിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് ശേഷം എത്ര രാജാക്കന്മാർ ഭരിച്ചു എന്ന് നോക്കിയാൽ കൃത്യം 14 രാജാക്കന്മാരാണ് ഭരിച്ചത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒരു അടയാളമായിട്ട് പറയുന്നത് ഇങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കിസ്രയുടെ ഗോപുരം കുലുങ്ങി എന്നുള്ളതാണ്. രണ്ടാമത്തത് സാവാ തടാകം വറ്റി വരണ്ടു എന്ന് പറയപ്പെടുന്നുണ്ട്. മൂന്നാമത്തത് മജൂസികൾ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് കെട്ടുപോകാതെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവർ വിളിച്ചാരാധിച്ചിരുന്ന പ്രാർത്ഥിച്ചിരുന്ന തീ അത് കെട്ടുപോയി എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ സാവാ നദീതീരത്തിൻ്റെ ചുറ്റുമുള്ള ദേവാലയങ്ങൾ അത് തകർന്നു വീണു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള 3-4 അടയാളങ്ങൾ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് നടന്നുവെന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നുണ്ട്, തബ്രാനി ഉദ്ധരിക്കുന്നുണ്ട്. അതേപോലെ അതിന് ഇബ്നു അബി ദുനിയ അദ്ദേഹത്തിൻ്റെ ദലായിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്നു കസീർ റഹിമുല്ല, അതേപോലെ തന്നെ തബ്രി റഹിമുല്ല അവരുടെ താരീഖിൽ ഉദ്ധരിക്കുന്നുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ എല്ലാവരും ഏകദേശം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ രചിച്ച എല്ലാവരും അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ സനദ് അല്ലെങ്കിൽ ഇതിൻ്റെ പരമ്പര ദുർബലമാണ് എന്നല്ല, പരമ്പര പോലും ഇല്ലാതെയാണ് ഈ സംഭവങ്ങളൊക്കെ ഉദ്ധരിച്ചു വന്നിട്ടുള്ളത്. ഇങ്ങനെ ഉദ്ധരിച്ച് പ്രസിദ്ധമായതാണ്. അപ്പോൾ നമ്മളിപ്പം അവലംബിക്കുന്ന അധിക സീറയുടെ പണ്ഡിതന്മാരും പറയുന്നത് ഇതൊക്കെ ഇങ്ങനെ ഉദ്ധരിച്ച് വരപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠത പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇല്ലാത്ത കഥകൾ പറയേണ്ട ആവശ്യമില്ലാണ് അധികം പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇങ്ങനെയൊക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങളെ പോലെ ഇതൊന്നും പ്രസിദ്ധമല്ല എന്നല്ല, പ്രബലമല്ല. പ്രസിദ്ധമാണ് പക്ഷെ പ്രബലമല്ല, നമുക്ക് സ്വീകാര്യയോഗ്യമായ വഴിയിലൂടെ അല്ല വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആധുനികരായ പല പണ്ഡിതന്മാരും അതിനെ സ്വീകരിക്കുന്നതിനോട് ഒരു വൈമുഖ്യം കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരുപാട് കിതാബുകൾ എടുത്തു നോക്കിയപ്പോൾ വ്യത്യസ്ത ചിന്താധാരയിലുള്ള പണ്ഡിതന്മാരായിരുന്നിട്ട് പോലും അവരെല്ലാം, കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നത് ഒന്നെങ്കിൽ നമുക്ക് വ്യക്തമായ സ്ഥലത്തോടുകൂടി വരണമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ താരീഖിൽ പേർഷ്യക്കാരെന്നൊക്കെ പറഞ്ഞ വലിയൊരു ജനസമൂഹമായിരുന്നല്ലോ, അവരുടെ ചരിത്രം രചിക്കപ്പെട്ടിട്ടുണ്ട്. ആ രചിക്കുന്നതിൽ ഇതൊക്കെ എഴുതി വെക്കപ്പെടണമായിരുന്നു. അങ്ങനെ വന്നിട്ടില്ല. ഈ സനദില്ലാത്ത പരമ്പരയില്ലാത്ത കുറച്ച് റിവായത്തുകളിലൂടെ മാത്രമാണ് വന്നിട്ടുള്ളത്. അതുതന്നെയാണ്, ആ ഒരു റിവായത്തിനെ തന്നെയാണ് എല്ലാ പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ ആവർത്തിച്ച് ഉദ്ധരിച്ചിട്ടുള്ളത്. എല്ലാവരും വ്യത്യസ്തമായ റിവായത്തുകൾ ഉദ്ധരിച്ചു. അപ്പോൾ പിന്നെ എല്ലാ റിവായത്തുകളും ഒന്നിച്ചു കൂടുമ്പോൾ ഒരു ശക്തി കിട്ടും. അങ്ങനെയും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരു ചെറിയ തിരുത്ത് വരുത്തുകയാണ്. വോയിസിൻ്റെ ക്ലാസ്സുകളിൽ നമ്മളിതിന് മുമ്പ് എടുത്ത ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് നമ്മൾ ഈ ഭാഗമൊക്കെ പറഞ്ഞിരുന്നു. ഈ ഒരു കാര്യം സൂചിപ്പിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. തൽക്കാലം അത് മനസ്സിലാക്കുക. ആദ്യം പറഞ്ഞ 3 അടയാളങ്ങൾ ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാം മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഒന്ന്, ഉമ്മ തന്നിൽ നിന്നൊരു പ്രകാശം ഇങ്ങനെ പോയി ഷാമിലെ കൊട്ടാരങ്ങൾ തിളങ്ങുന്നത് കണ്ടു, അത് പ്രബലമായി വന്ന. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീണപ്പം കൈ ഇങ്ങനെ നിലത്ത് കുത്തി ആകാശത്തിലേക്ക് തല ഉയർത്തിയിട്ടാണ് ജനിച്ചു വീണത്. മൂന്നാമതായിട്ട് ഒരു പ്രത്യേകതരം നക്ഷത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട് അന്നൊരു പ്രത്യേകതരം നക്ഷത്രം ഉദിച്ചു. മൊത്തത്തിലൊരു പ്രകാശമായിരുന്നു എന്നൊക്കെ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. മക്കത്ത് നക്ഷത്രങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ അടുത്ത് വന്നതുപോലെ തോന്നിയെന്ന് ചില റാവിമാർ ഉദ്ധരിക്കുന്നുണ്ട്. അന്നത്തെ കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു. അതൊരു അത്ഭുതകരമായ ജനനമായിരുന്നു. ഷൈബ് അബി താലിബിൽ, ബനു ഹാഷിമിൻ്റെ ഷൈബ് അബി താലിബിൽ വെച്ചിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത്. ആ സമയത്ത് അബൂ താലിബ് വീട്ടിലില്ലായിരുന്നു, പുറത്തു പോയിരിക്കുകയായിരുന്നു. ആമിന കുട്ടി ജനിച്ചു എന്ന് അറിഞ്ഞ ഉടനെ പെട്ടെന്ന് തന്നെ തൻ്റെ ഭൃത്യ അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹാളിനത്തായ ഉമ്മു ഐമനെ വേഗം അബൂ താലിബിൻ്റെ അടുക്കിലേക്ക് അയച്ചു. അബൂ താലിബിൻ്റെ അടുക്കിലേക്ക് ഈ ഉമ്മു ഐമൻ ഓടി വന്ന ആ സന്തോഷ വാർത്ത അറിയിക്കുന്ന ആ രംഗം നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കണം. അബൂ താലിബ് എന്ത് പറ്റി? പ്രകാശം, എന്ത് പ്രകാശം? നമ്മുടെ വീട് മൊത്തം ഒരു പ്രകാശം. ഏതാണ് ആ പ്രകാശം? അതെ, ആമിന ഒരു പൊന്നുമോന് ജന്മം നൽകിയിരിക്കുന്നു. ആ മോനെ കാണുമ്പോൾ തന്നെ തുളുമ്പുന്ന പ്രകാശം, അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചു വീശുന്ന പ്രകാശം ആ മുഖത്തിലെ. സഹാബാക്കൾ എത്ര വാക്കുകൾ കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മുഖത്തിൻ്റെ തിളക്കത്തെ നമുക്ക് വിശദീകരിച്ചു തന്നത്. ആ മുഖത്തെ ആദ്യമായി കണ്ട ആ ഉമ്മു ഐമൻ്റെ ഫീലിംഗ് എന്തായിരിക്കും? അബൂ താലിബിനോട് പറയുമ്പോൾ അവർ എത്രമാത്രം സന്തോഷത്തോടു കൂടിയായിരിക്കണം ആ വാർത്ത അറിയിച്ചിട്ടുണ്ടാവും. അബൂ താലിബിന് ഭയങ്കര സന്തോഷമായി. അദ്ദേഹം ഓടി വീട്ടിലേക്ക് വന്നു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു, ഉമ്മ വെച്ചു, നേരെ കഅബയുടെ അടുക്കലേക്ക് കൊണ്ടുപോയി പ്രത്യേക പ്രാർത്ഥനകളൊക്കെ നടത്തി. അവിടെ വെച്ചിട്ട് അബൂ താലിബ് തൻ്റെ മകന് അല്ലെങ്കിൽ പേരക്കുട്ടിക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പേര് വിളിച്ചു. ബാക്കിയുള്ള ഖുറൈശികളൊക്കെ ചോദിച്ചു, അബൂ താലിബ് ഇത് വല്ലാത്തൊരു പേരായിപ്പോയല്ലോ, നമ്മൾ ഇതുവരെയും ഈ പേര് കേട്ടിട്ടില്ലല്ലോ, എന്തുകൊണ്ട് നീ മുഹമ്മദ് എന്ന് വിളിച്ചു? മുഹമ്മദിൻ്റെ അർത്ഥം എന്താ? സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരാലും സ്തുതിക്കപ്പെടുന്നവൻ എന്ന അർത്ഥമുണ്ട്. അതേപോലെ തന്നെ സ്തുത്യർഹമായ എല്ലാതരം ഗുണങ്ങളും ഒരുമിച്ച് കൂട്ടിയവൻ എന്നൊക്കെയുള്ള അർത്ഥമുള്ള ഒരു പേരാണ് മുഹമ്മദ്. ഹമിദ എന്ന ഹംദ് എന്നുള്ള സ്തുതി എന്നുള്ള പേരിൽ നിന്നൊക്കെ മഹ്മൂദ്, സ്തുതിക്കപ്പെടുന്നവൻ എന്ന അള്ളാഹുവിനെ കുറിച്ച് സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ.
അപ്പോൾ അതിൽ നിന്നാണ് മുഹമ്മദ് വരുന്നത്. അബൂ താലിബ് പറഞ്ഞു, ഇന്ന ബിനി ലഹാദ ലഹു ഷഅ്നുൻ അദീം, എൻ്റെ ഈ മകനുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് ഈ പേര് വെച്ചു എന്ന് ചോദിച്ചാൽ എൻ്റെ ഈ മകനുണ്ടല്ലോ, ഈ മകന് ഇൻഷാ അല്ലാഹ് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട്, ഒരു വലിയ ഭാവി ഞാൻ കാണുന്നുണ്ട്, അവനൊരു മഹാസംഭവമായി മാറും. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ ഭൂമിയിലുള്ള ആളുകളും ആകാശത്തിലുള്ള ആളുകളും ഇവനെ സ്തുതിക്കണം, മഹത്വം പാടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ പേരിലാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേര് ഞാൻ വെച്ചത് എന്ന് അബൂ താലിബ് പറയുന്നുണ്ട്. ആ വീട്ടിലെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള ഒരു സുദിനായിരുന്നു. ഇവിടെ നമുക്ക് അടുത്ത് പറയാനുള്ളത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിനെ കുറിച്ചാണ്. ആ പേരിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ പേരിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടോ? ആ പേരിൻ്റെ ആഴങ്ങളിലേക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ടോ? നമ്മുടെ ഹബീബിൻ്റെ പേരല്ലേ, ഒന്ന് അർത്ഥം എന്താണെന്നെങ്കിലും ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നമ്മുടെ മോന് പേരിടുമ്പോൾ നമ്മൾ എത്ര പേരോട് അർത്ഥം ചോദിക്കും? അത് ഇനി ചിലപ്പോൾ തുർക്കി പേരൊക്കെ ആയിരിക്കും, എങ്ങനെയെങ്കിലും ഒന്ന് അറബിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കഠിന പരിശ്രമം ചെയ്യും. ചില പേരുകളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് അറിയില്ല. ഡിക്ഷണറികൾ മൊത്തം പേര് നോക്കുമ്പോൾ നെറ്റിലെങ്ങാനും നോക്കിയിട്ട് വല്ല തുർക്കി ഭാഷയിലുള്ള പേരായിരിക്കും, ഹേസിൽ ഹീസിൽ എന്നെല്ലാം പറഞ്ഞിട്ട് സാധാരണ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് പേരിടുമ്പോൾ ഒരുപാട് ആലോചിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, മനസ്സിലാക്കിയിട്ടുണ്ടോ? സാരമില്ല, നമുക്ക് ഇനിയെങ്കിലും അറിയാൻ വേണ്ടി ശ്രമിക്കാം. ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിന് 2 പ്രത്യേകതകളാണ് പ്രധാനമായിട്ട് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഒരുപാട് പ്രത്യേകതകളുണ്ട്, പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ 2 പ്രത്യേകതകളാണ് പറയുന്നത്. ഒന്നാമതായിട്ട്, ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേരിന് അള്ളാഹു എപ്പോഴും ബന്ധിപ്പിച്ച് കിടത്തിയിട്ടുള്ളത് അള്ളാഹുവിൻ്റെ നാമവുമായിട്ടാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയുന്നത്, ലമ്മൽ ഇലാഹു ഇസ്മൻ നബിയ്യി ഇലസ്മിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ഹബീബിൻ്റെ പേര് തൻ്റെ പേരിലേക്ക് ചേർത്ത് വെച്ചു എന്നാണ്. അതുകൊണ്ട് തന്നെ എന്താ, ഭൂമിയിൽ ഒരു സെക്കൻഡ് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പരാമർശിക്കപ്പെടാതെ കടന്നു പോകുന്നില്ല. എന്താ പറഞ്ഞതിനർത്ഥം? ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുക, ക്ലാസ് എടുക്കുക, ക്ലാസ് കേൾക്കുക. ഞാൻ ക്ലാസ് എടുക്കുന്ന ഒരു സമയമുണ്ട്, നിങ്ങൾ വ്യത്യസ്ത സമയങ്ങളിലായിരിക്കും ക്ലാസ് കേൾക്കുന്നത്. ഈ സമയത്ത് മുഴുവൻ ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയപ്പെടുന്നുണ്ട്. എങ്ങനെയത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയത്? അതായത് നമ്മൾ ബാങ്കിൻ്റെ സമയം എടുത്തു നോക്കിയാൽ ലോകത്ത് ബാങ്ക് കൊടുക്കപ്പെടാത്തതായിട്ട് ഒരു സെക്കൻഡ് പോലും കടന്നു പോകുന്നില്ല എന്നാണ്. ഇപ്പോൾ ഇവിടെ ലൊഹറാണെങ്കിൽ അടുത്ത സ്ഥലത്ത് അസറായിരിക്കും, ലൊഹർ കഴിഞ്ഞ പാട് അടുത്ത സ്ഥലത്ത് അസറായിരിക്കും, വേറെ സ്ഥലത്ത് മഗ്രിബായിരിക്കും, വേറെ സ്ഥലത്ത് ഇശ ആയിരിക്കും. നമ്മൾ കേരളത്തിൽ തന്നെ യാത്ര ചെയ്യുമ്പോൾ വടക്കൻ കേരളവും തെക്കൻ കേരളവും തമ്മിലുള്ള നമസ്കാര സമയം എടുത്തു നോക്കിയാൽ 3 മിനിറ്റിൻ്റെ 4 മിനിറ്റിൻ്റെ 2 മിനിറ്റിൻ്റെ ഒക്കെ ഡിഫറൻസ് കാണാൻ കഴിയും. ഒരു സ്ഥലത്ത് ബാങ്ക് വിളിച്ച് കഴിഞ്ഞ തൊട്ടുടനെ അടുത്ത സ്ഥലത്തെ ബാങ്ക് തുടങ്ങും, അവിടെ കഴിഞ്ഞുകൊണ്ട് അടുത്ത സ്ഥലത്തെ ബാങ്ക് കൊടുക്കും. അങ്ങനെ ലോകത്ത് ബാങ്ക് വിളിക്കപ്പെടാത്തതായിട്ടുള്ള ഒറ്റ സെക്കൻഡ് പോലും കടന്നു പോകുന്നില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാ ബാങ്കിലും അള്ളാഹുവിൻ്റെ നാമത്തെ ഉയർന്ന ശബ്ദത്തിൽ മുഅദ്ദിൻ ഉയർത്തി പറയുന്നതിനോടൊപ്പം തന്നെ ഏത് പേരും പറയുന്നുണ്ട്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിനോടൊപ്പം വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ നിമിഷം എവിടെയോ ഒരു സ്ഥലത്ത് ബാങ്ക് കൊടുക്കപ്പെടുന്നുണ്ട്, ലോകത്ത് ആ പേരിങ്ങനെ മുഴങ്ങി കേൾക്കപ്പെടുന്നുണ്ട്. അടുത്ത മിനിറ്റിൽ ക്ലാസ് കഴിഞ്ഞ ഉടനെ, ക്ലാസ് കഴിയുന്നതിന് മുമ്പൊക്കെയും ഏതെങ്കിലുമൊക്കെ ഭാഗത്തായിട്ട് ആ പേരിങ്ങനെ പറയും. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറയും, ഇദ് ഖാല ഫിൽ ഖംസിൽ മുഅദ്ദിൻ അഷ്ഹദു, മുഅദ്ദിൻ 5 വക്ത് നമസ്കാരത്തിലും അഷ്ഹദു എന്ന് പറയുന്ന സമയത്ത് അതിനോട് ചേർത്ത് അള്ളാഹുവിൻ്റെ പേരിൻ്റെ നാമത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരും പറയുന്നുണ്ട്. അപ്പം അള്ളാഹു ഈ പേരിനെ ശാശ്വതമാക്കി. ഈ പേര് ഒരിക്കലും നശിച്ചു പോകുന്നില്ല, പറയപ്പെടാതാകുന്നില്ല, സ്മരിക്കപ്പെടാതാകുന്നില്ല. ഏതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമം അവസാന കാലഘട്ടം വരെയും സ്മരിക്കപ്പെടുമോ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മസ്ജിദുകൾ നിലനിൽക്കുന്നിടത്തോളം കാലം, മുസ്ലിമീങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം, ഈ ലോകത്ത് ബാങ്ക് നിലനിൽക്കുന്നിടത്തോളം കാലം ഒറ്റ സെക്കൻഡ് പോലും മുറിഞ്ഞു പോകാതെ എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പേര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത് ലോകത്തിങ്ങനെ മുഴക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അല്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സലാത്ത് പറയാം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു. ചില്ലറക്കാരനല്ല നമ്മുടെ ഹബീബ്, ജനിച്ചിട്ടില്ല, ജനിക്കുന്നേ ഉള്ളൂ. അപ്പോഴേക്കും എത്ര ശ്രേഷ്ഠതകളായി. ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, നമ്മുടെ നബിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ടുവച്ചിരിക്കുന്ന ഈ പേര് അതൊരു എക്സ്ട്രാ ഓർഡിനറി പേര്, ഭയങ്കര വെറൈറ്റി ഉള്ള പേരായിരുന്നു. ഈ പേരിൻ്റെ ഒരു പ്രത്യേകത, ഈ പേര് പറഞ്ഞുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾക്കും ആക്ഷേപിക്കാൻ കഴിയില്ല, ചീത്ത പറയാൻ കഴിയില്ല, നബിതങ്ങളെക്കുറിച്ച് ഒരു മോശത്തരം പറയാൻ കഴിയില്ല. എന്താ സംഭവം? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു യുക്തിവാദിയായ ആൾ, അള്ളാഹു നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി, ഇസ്ലാമിൻ്റെ ശത്രു എന്ന് പറയാം, നബിയെ ആക്ഷേപിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു എന്ന് വിചാരിക്കാം. അവരുടെ ആരോപണങ്ങളിൽ
ഏറ്റവും പ്രധാനമായിട്ട് അവർ എടുത്തുദ്ധരിക്കുന്നതും എന്നാൽ ഏറ്റവും ബലഹീനവുമായ ഒരു ആരോപണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്തം ചീന്തി എന്നുള്ളത്. യുദ്ധപ്രിയനായിരുന്നു. അല്ലാഹു കാക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അഊദു ബില്ലാഹി മിൻ സാലിക്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്തം ചൊരിഞ്ഞു, യുദ്ധപ്രിയനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ പറയാറുണ്ട്. അപ്പോൾ അവർ പറയുമ്പോൾ എങ്ങനെ പറയാം? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം രക്തം ചൊരിഞ്ഞ ആളായിരുന്നു എന്നാ പറയാം. ഇത് നമ്മൾ മൊത്തത്തിലൊന്ന് അർത്ഥം വെക്കാൻ വേണ്ടി ശ്രമിച്ചേ. ആദ്യം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിൻ്റെ അർത്ഥം ഒന്ന് വെച്ചാൽ, മുഹമ്മദ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ഗുണങ്ങളും തൻ്റെ ജീവിതത്തിൽ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ആകാശത്തിലുള്ളവരുടെയും ഭൂമിയിലുള്ളവരുടെയും സ്തുതിക്ക് അർഹനായ ആൾ എന്ന് പറഞ്ഞിട്ടാണ് അയാൾ പിന്നെ അടുത്തത് എന്ത് പറയുന്നത്? രക്തം ചൊരിയുന്ന ആളായിരുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ ആദ്യത്തെ വാക്ക് തന്നെ പറയാണ് അയാൾ പറയുന്ന രണ്ടാമത്തത് കളവാണെന്ന്. മനസ്സിലായോ? അതായത് ആദ്യം ഞാൻ എന്താ പറയുക, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൻ്റെ അർത്ഥം എന്താ? അയാൾ ആ മഹാമനുഷ്യൻ മുഴുവൻ ഗുണങ്ങളെയും ഒരുമിച്ച് കൂട്ടിയ ആളായിരുന്നു. ആകാശത്തിലുള്ളവരും ഭൂമിയിലുള്ളവരും ആ മഹാനുഭവൻ്റെ ഗുണങ്ങൾ കണ്ടിട്ട് ആ മഹാനുഭവനെ ഹംദ് ചെയ്യുന്ന സ്തുതിക്കുന്നവരാണ് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ കുറ്റം പറയുക. അപ്പം ഒരാൾ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ആ കുറ്റം പറയുന്ന ആളുടെ ആദ്യത്തെ വാക്ക് തന്നെ അവൻ്റെ രണ്ടാമത്തെ വാക്കിനെ കള്ളമാക്കും, അർത്ഥമറിയുന്നവരാണെങ്കിൽ. അപ്പം അങ്ങനെ എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒറ്റൊരുത്തനും ഒന്ന് മനസ്സ് തുറന്ന് കുറ്റം പറയാൻ പോലും കഴിയുന്ന തരത്തിലുള്ളതാകരുത് പേര് എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ഒരു പേര് വെച്ചത്. അതുകൊണ്ട് തന്നെ അറബികൾക്ക് അതറിയായിരുന്നു. അറബികൾക്ക് ഈ വാക്കിൻ്റെ അർത്ഥം അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അബൂലഹബും ഭാര്യയൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിക്കാൻ പോകുമ്പോൾ മുഹമ്മദ് എന്ന് വിളിച്ചിട്ട് ആക്ഷേപിക്കുമായിരുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെന്താ പറയൂ? മുദമ്മം എന്നേ പറയുമായിരുന്നു. അല്ലാഹു അക്ബർ. കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേര് പറഞ്ഞിട്ട് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുറ്റം പറയുകയാണെങ്കിൽ ഞാൻ തന്നെ പൊട്ടനാന്ന് അർത്ഥം. കാരണം എന്താ? ഞാൻ ആദ്യം പറയുന്നു എല്ലാ ഗുണങ്ങളും ഉള്ള ആളാണ്, എന്നിട്ട് ഞാൻ തന്നെ അയാളുടെ മോശ ഗുണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വാക്കിനെ ഞാൻ തന്നെ കളവാക്കിയവനെ പോലെ എന്നല്ലേ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു അക്ബർ, എത്ര കൃത്യമായ, എത്ര വെറൈറ്റിയുള്ള, എത്ര എക്സ്ട്രാ ഓർഡിനറി ആയ പേരാണ് നമ്മുടെ ഹബീബിന് വേണ്ടി കണ്ടെത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കി പ്രിയമുള്ളവരെ. ആ അള്ളാഹു എത്രമാത്രം കെയറിങ്ങോട്, എത്രമാത്രം പ്ലാനിങ്ങോട് കൂടിയാണ് നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തിക്കൊണ്ടുവന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കിയും. ഈ നബിയാണ് നമ്മുടെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നബിയെയാണ് നമ്മൾ പിൻപറ്റുന്നത്. ഈ നബിയാണ് നമ്മൾ റോൾ മോഡലാക്കുന്നത്. ഈ നബി അണിഞ്ഞതുപോലെയാണ് നമ്മൾ വസ്ത്രം അണിയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ നബി താടി വെച്ചതുപോലെയാണ് നമ്മൾ താടി വെക്കാൻ ശ്രമിക്കുന്നത്. ഈ നബി പറഞ്ഞതുപോലെയാണ് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ വസ്ത്രം ഇടാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളാകട്ടെ ആണുങ്ങളാകട്ടെ ശ്രമിക്കുന്നത്. ഈ നബി പറഞ്ഞതുകൊണ്ടാണ് പെണ്ണുങ്ങൾ ഹിജാബ് ഇടുന്നത്. ഈ നബി പറഞ്ഞതുകൊണ്ടാണ് മുഖം മറക്കേണ്ട സമയത്ത് പെണ്ണുങ്ങൾ ഇനി നമ്മൾ നാണിക്കേണ്ട ആവശ്യം ഹിജാബ് ഇടാൻ, മുഖം മറക്കാൻ. കാരണം ഇത്രയും വലിയ ഒരാൾ, മഹാനുഭവൻ, ജനനം പോലും ആയിട്ടില്ല, ജനനമാകുന്നതേ ഉള്ളൂ. അപ്പോഴേക്ക് തന്നെ ഫലായിൽ പറഞ്ഞ് നമുക്ക് തീരുന്നില്ല. ക്ലാസ് എടുത്തിട്ട് മതിയാകുന്നില്ല. പലരും കമൻ്റ് ഇടുന്നുണ്ട്, എല്ലാ ദിവസവും ക്ലാസ് എടുക്കണേ, ഇനി പിന്നെ തുടർച്ചയായിട്ട് ക്ലാസ് എന്നൊക്കെ. അതായത് കേട്ടിട്ട് നമുക്ക് മതിയാകുന്നില്ല, പറഞ്ഞിട്ട് മതിയാകുന്നില്ല. ഇത്രയും ശ്രേഷ്ഠതയുള്ള ആൾ പുറത്തിറങ്ങുമ്പോൾ എന്നോട് തട്ടിടണമെന്ന് പറഞ്ഞാൽ അതനുസരിക്കാൻ വേണ്ടി പിന്നെ എന്തിനാണ് ഞാൻ മടിക്കേണ്ട ആവശ്യം? ഞാൻ എന്തിനാ നാണിക്കേണ്ട ആവശ്യം? ഞാൻ എന്തിനു പിന്നോട്ട് നിൽക്കേണ്ട ആവശ്യം? എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഹബീബിനെ പിന്തുടരാൻ സാധിച്ചു എന്നുള്ളത്, ആ ഹബീബിൻ്റെ അനുയായി ആകാൻ സാധിച്ചു എന്നുള്ളത് ഏറ്റവും ഫഖറിൻ്റെ വിഷയമാണ്, ഏറ്റവും അധികം ഞാൻ അഭിമാനിക്കുന്ന വിഷയമാണെന്ന് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയും. അതിനാണ് നബി ചരിത്രത്തിൻ്റെ ക്ലാസ്. അല്ലാതെ കഥ കേൾക്കാനല്ല, ആസ്വദിക്കാനല്ല. നമുക്കിങ്ങനെ പിന്നെന്താ പറയുക, കുറേ നേരം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, ടൈം പാസിന് വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ ജീവിതം മാറാൻ വേണ്ടി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ എളിയ ശ്രമത്തെ ആ രീതിയിൽ തന്നെ കബൂലാക്കുമാറാകട്ടെ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അന്ന് ആ രീതിയിൽ പേര് വെക്കുകയും ചെയ്തു. ഇനി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ ജനനത്തിൽ നിന്നും അതിനുശേഷം നടന്ന പേരുവെക്കൽ സംഭവത്തിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാകുന്ന വേറൊരു പാഠം കൂടിയുണ്ട്. അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു പാഠം കൂടിയുണ്ട്. എന്താണ് ആ പാഠം? അതായത് ഇവിടെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പയില്ലാത്ത ഒരു ലോകത്തേക്കാണ് പിറന്നു വീഴുന്നത്. ഒരുപക്ഷെ ആമിന ബീവിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗർഭത്തിൻ്റെ ആ അവസ്ഥയിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിലും മനസ്സിനെപ്പോഴും ഭയങ്കര വേദന ഉണ്ടായിട്ടുണ്ടാവും അല്ലേ, ബേജാറുണ്ടായിട്ടുണ്ടാവും. കാരണം എൻ്റെ മോന് ലോകത്തേക്ക് പിറവിയെടുത്ത് വരുമ്പോൾ 2 മാസം ഗർഭിണിയായിരിക്കുമ്പോഴാണ് ഭർത്താവ് മരിക്കുന്നത്. അപ്പം എൻ്റെ ഈ മോന് ഭൂമിയിലേക്ക് പിറവിയെടുത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഉപ്പ എടുത്തു എന്ന് ചോദിക്കൂലേ? ബാക്കിയുള്ള കുട്ടികളൊക്കെ ഉപ്പാന്ന് വിളിച്ചിട്ട് പോകുന്ന കാണുമ്പോൾ ഉപ്പ എടുത്തു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് മറുപടി പറയും പടച്ചവനെ? ഉപ്പയില്ലാത്ത ഈ മകനെ ഞാൻ എങ്ങനെ വളർത്തും പടച്ചവനെ എന്ന് ഓർത്തിട്ടൊരു ആദി ആ മനസ്സിലുണ്ടായിട്ടുണ്ടാവൂലേ?
അല്ലേ? അതിനുശേഷം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമ്മൾ ചെറുപ്പകാലത്ത് അധികവും കാണുന്നത് ഒരൊറ്റപ്പെട്ട അവസ്ഥയാണ്. അധികം ആരും ശ്രദ്ധിക്കാനില്ലാതെ, പരിഗണിക്കാനില്ലാതെ, ഉപ്പയില്ലാതെ, പിന്നീട് ഉമ്മ നഷ്ടപ്പെട്ട്, പിന്നീട് ഏറ്റവും പ്രിയപ്പെട്ട ഉപ്പാപ്പ നഷ്ടപ്പെട്ട്, പിന്നെ പ്രിയപ്പെട്ട പലരും നഷ്ടപ്പെട്ട് ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാൻ കഴിയും. നമ്മളിത് നമ്മുടെ ജീവിതത്തിലേക്ക് തട്ടിച്ചു നോക്കുക, പ്രത്യേകിച്ച് പെണ്ണുങ്ങളൊക്കെ പലപ്പോഴും ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട സാഹചര്യം നമുക്കും വരുന്നില്ലേ, അല്ലേ? എൻ്റെ വേദന കേൾക്കാൻ ആരുമില്ലേ പടച്ചോനെ, എൻ്റെ വിഷമങ്ങൾ കാണാൻ ആരുമില്ലേ പടച്ചവനെ, ഞാൻ എത്ര പറഞ്ഞിട്ടും എൻ്റെ ഭർത്താവിന് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക്, അല്ലെങ്കിൽ ഉപ്പക്ക്, അല്ലെങ്കിൽ ഉമ്മക്ക്, അല്ലെങ്കിൽ എൻ്റെ പെങ്ങൾക്ക് എൻ്റെ വിഷമം അവർക്ക് പറഞ്ഞിട്ട് അവർ മനസ്സിലാക്കുന്നില്ലല്ലോ, അവർ നിസ്സാരമായി കാണുന്നില്ലല്ലോ, എൻ്റെ വേദന മാത്രം എന്താ അവരൊരു വേദനയായി കാണാത്ത എന്നൊക്കെ ഉള്ള മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പലരും ഇല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ബേജാറാവേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു ഒറ്റപ്പെടൽ ഇവർ അനുഭവിക്കുന്നുണ്ടെങ്കിലും എല്ലാ സ്ഥലത്തും നബിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൂടെ നിൽക്കുന്ന ഒരാളുണ്ട്. ആരാണത്? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും നമ്മളുടെയും റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു അക്ബർ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആമിന ബീവി ഗർഭിണിയാണ്. ഗർഭത്തിൻ്റെ ആ അവസ്ഥയിൽ, ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിലാണ് ഒരു പെണ്ണ് ഏറ്റവും അധികം ഭർത്താവിൻ്റെ സഹായത്തെ, പിന്തുണയെ, സപ്പോർട്ടിനെ പ്രതീക്ഷിക്കുന്നത്. അവളെ കിടത്താൻ, ഇരിക്കാൻ, കെയറിങ് ഏറ്റവും കൂടുതൽ ഒരു പെണ്ണ് ആഗ്രഹിക്കുക ഗർഭിണിയായിരിക്കുന്ന സമയത്തായിരിക്കും. പക്ഷേ ഈ ഗർഭിണിയായ സമയത്ത് ആമിന ബീവിക്ക് കെയർ നൽകാൻ ഭർത്താവില്ല. പക്ഷെ അവിടെ ആരുണ്ട്? ആ വേദനയും ഭാരവും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എളുപ്പമാക്കി കൊടുക്കാൻ അള്ളാഹുവിൻ്റെ അദൃശ്യമായ കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്. അള്ളാഹ് പറയാ, പേടിക്കണ്ട മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ ജീവിതത്തിൽ ഈ വലിയ ഒറ്റപ്പെടലിൻ്റെ ഇടയിൽ ആരുമില്ലാതെ തോന്നുമ്പോൾ നീ ഒറ്റക്കാന്ന് ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, നിന്റെ കൂട്ടത്തിൽ ഞാനുണ്ട് നബിയെ എന്ന് പറയുന്നത് പോലെ ഇത് നബിയോട് മാത്രമല്ല അള്ളാഹു പറയുന്നത്, മറിച്ച് അള്ളാഹു നബിയുടെ മാത്രം റബ്ബല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ റബ്ബാണ്. നമ്മുടെ കൂടെയും അള്ളാഹു നിൽക്കും. നമ്മുടെ വേദനക്കും ഒരു ആശ്വാസമോ, നമ്മുടെ ഒറ്റപ്പെടലിൽ വേറെ ആരുമില്ല. സഅതൈൻ റകഅതൈൻ ഖത്രതൈൻ, കുറച്ച് സമയം മാറ്റി വെക്ക്, ഒരു 2 റക്അത്ത് നമസ്കരിക്കുക, 2 കണ്ണുനീർ തുള്ളി ആ അള്ളാഹുവിൻ്റെ മുന്നിൽ ഇറ്റിക്ക്. അതോടുകൂടി ആരൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം മനസ്സിൻ്റെ ഉള്ളിലേക്ക് നിറഞ്ഞു വരുന്ന ഒരു പ്രത്യേകതരം അനുഭൂതി നിങ്ങൾക്കും അനുഭവിക്കാൻ വേണ്ടി കഴിയും. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലൂടെ അള്ളാഹു നമുക്ക് കാണിച്ചില്ല. ജനിച്ചു വീണപ്പം ആ കുട്ടിയെ സ്വീകരിക്കാൻ ഒരു ഉപ്പയില്ല. ചില റിവായത്തുകളിൽ വരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചേലാകർമ്മം എങ്ങനെയാണ്, അതുകൂടി നമുക്കിന്ന് പറയണത് വിട്ടുപോയതാണ്. ചേലാകർമ്മം എങ്ങനെയാണ് നടന്നത് എന്നതിൽ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറയുന്നത് ചരിത്രത്തിൽ കാണാം, ജനിച്ച ഉടനെ ചേലാകർമ്മം ചെയ്യപ്പെട്ട രീതിയിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് എന്ന് പറയുന്നവരുണ്ട്. അതേപോലെ പിന്നീട് അബ്ദുൽ മുത്തലിബാണ് ചേലാകർമ്മം ചെയ്തത്, ജിബ്രീലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്. എന്ത് തന്നെയായാലും അഥവാ ജനിച്ച് വീണത് ചേലാകർമ്മം ചെയ്യപ്പെട്ട രീതിയിലാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഉപ്പയായിരുന്നു ആ കാര്യങ്ങളൊക്കെ ചെയ്ത് നടത്തേണ്ടത്. പക്ഷേ അള്ളാഹു തന്നെ അതൊക്കെ ചെയ്യപ്പെട്ട രീതിയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ടുവരുന്നത്. പിന്നെ പേര് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അബൂ താലിബിൻ്റെ മനസ്സിൽ ഏറ്റവും നല്ല സൂട്ടബിളായ പേര് തന്നെ അള്ളാഹു തോന്നിപ്പിക്കുന്നു. ഇങ്ങനെ നമ്മൾ നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് ചിലപ്പം ഒറ്റപ്പെടലിൻ്റെ ഒരവസ്ഥ തോന്നുമെങ്കിലും ആ ഒറ്റപ്പെടലിലൊക്കെ ഒരു അദൃശ്യ ശക്തിയായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു കരമുണ്ട്, ഒരു കൈയുണ്ട്. നമ്മുടെ ഉമ്മയേക്കാൾ, അല്ലേ, നമുക്കിപ്പോൾ ഇത്രയും വേദനയും വിഷമവും ഒക്കെ നമ്മൾ അനുഭവിക്കുന്ന സമയത്ത് നമ്മുടെ ഉമ്മ നമ്മുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവൂലേ? ആ ഉമ്മയേക്കാൾ 70 ഇരട്ടി നമ്മളെ സ്നേഹിക്കുന്നയാളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കൂട്ടത്തിൽ എന്നുമുണ്ട് എന്ന ചിന്ത നമ്മളെ മുന്നോട്ട് നയിക്കണം. ആ ചിന്ത തന്നെ ആയിരിക്കണം നമ്മളെ മുന്നോട്ടേക്ക് നയിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ തരത്തിൽ കൂടി ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി അവസാനം പറയാമെന്ന് പറഞ്ഞ സംഭവം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സഹാബാക്കൾ, അവിടുത്തെ മജ്ലിസ്, അവിടുത്തെ കാലഘട്ടം, അതിൻ്റെയൊക്കെ പ്രത്യേകത, അതിലൂടെ ആ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയാത്തതിൽ നമുക്കുണ്ടാകുന്ന നിരാശയൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു സംഭവം ഇമാം നസായി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുകയും പ്രസിദ്ധരായ മുഹദ്ദിസീങ്ങൾ സഹീഹാക്കുകയൊക്കെ ചെയ്ത ഒരു ഹദീസിൽ വരുന്നതായിട്ട് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു സഹാബി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹത്തിനൊരു മകൻ ഉണ്ടായിരുന്നു. ആ മകനോട് അദ്ദേഹത്തിന് ഭയങ്കര സ്നേഹമായിരുന്നു. ചെറിയ കുട്ടി. ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിൽ പങ്കെടുക്കാൻ വേണ്ടി വരും. കൂട്ടത്തിൽ ഈ മകനും പിന്നാലെ ഓടി വരും. പക്ഷേ ഈ മകനെ തിരിച്ചോടിക്കാതെ, വഴക്ക് പറയാതെ അയാൾ ആ മകനെ തൻ്റെ മുന്നിലിരുത്തും. സൈഡ് റിവായത്താണ്. അയാൾ ആ മകനെ തൻ്റെ മുന്നിലിരുത്തും. പക്ഷേ ഈ മുന്നിലിരിക്കുന്ന മകൻ അടങ്ങിയിരിക്കൂല. അവന് പുറത്ത് കയറി കളിക്കുകയും മുതുകത്ത് കയറി ചാടുകയും അയാളുടെ താടി ഇങ്ങനെ പിടിച്ചു വലിക്കുകയൊക്കെ ചെയ്യും. സഹാബാക്കൾ പറയാ, ഈ മകനോടുള്ള അതിയായ സ്നേഹത്തിൻ്റെ കാഠിന്യത്താൽ മകൻ ഇങ്ങനെ അയാളെ ഇടങ്ങേറാക്കുന്ന സമയത്തും തിരിച്ചൊന്നും പറയാതെ ഇല്ല അയ്യബ്തസിം, അയാൾ ചിരിക്കുക മാത്രമേ ചെയ്യുമായിരുന്നു. വേറൊന്നും ചെയ്യായിരുന്നില്ല. ചിരിച്ചു ഇങ്ങനെ പുഞ്ചിരിച്ച് അതൊക്കെ ഇങ്ങനെ സഹിച്ച് മോനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു.
നമ്മളെയൊക്കെ പോലെ റസൂലുള്ളാഹിൻ്റെ മജ്‌ലിസിലല്ലേ ഇത്, നീ ഒന്ന് ഒച്ചപ്പാടാക്കുന്ന മകളെ കൊണ്ടെടുക്കടാ ഒന്നും പറയൂല. അയാളിങ്ങനെ പുഞ്ചിരിച്ച് ആ സ്നേഹം ഇങ്ങനെ പ്രകടിപ്പിക്കുമായിരുന്നു. സഹാബാക്കൾ പറയാ ഫഫത്തിന ലഹുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് ആളുകൾ സദസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ഈ മനുഷ്യൻ തൻ്റെ കുട്ടിയോട് കാണിക്കുന്ന ഈ പ്രത്യേക സ്നേഹത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ അങ്ങനെയായിരുന്നു. എത്ര പേരുണ്ടായിരുന്നെങ്കിലും ആ സദസ്സിലെ ഓരോരുത്തരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിക്കുമായിരുന്നു. പരിഗണന നൽകേണ്ടവർക്ക് നബി തങ്ങൾ പരിഗണന നൽകും. ഇയാൾ അബൂബക്കർ അല്ല റളിയല്ലാഹു അൻഹു, ഉമർ അല്ല റളിയല്ലാഹു, അലി അല്ല, ഉസ്മാൻ അല്ല റളിയല്ലാഹു അൻഹും ജമീഅൻ, ആരുമല്ല, സാധാരണക്കാരനായ ഒരു സഹാബിയ. പക്ഷേ അയാളെയും അയാളുടെ പ്രത്യേകതയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചു. നബിതങ്ങളിലും അതൊരു കൗതുകമുണ്ടാക്കി. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ ഫുലാൻ അതുഹിബ്ബു ഹാദാ, അല്ലയോ സഹോദര, നീ ഈ കുട്ടിയെ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞൊരു മറുപടി ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, യാ റസൂലല്ലാ അഹബ്ബകല്ലാ കമാ ഉഹിബ്ബു, അള്ളാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഈ കുട്ടിയെ സ്നേഹിക്കുന്നത് പോലെ അള്ളാഹു അങ്ങയെ സ്നേഹിക്കട്ടെ നബിയാണ്. അള്ളാഹു അക്ബർ. കാരണം ഞാൻ അത്രയും സ്നേഹിക്കുന്നുണ്ട് ഈ കുട്ടിയെ, ഞാൻ ഈ കുട്ടിയെ സ്നേഹിക്കുന്നത് പോലെ അള്ളാഹു അങ്ങയെ സ്നേഹിക്കട്ടെ നബിയെ എന്ന് പറഞ്ഞു. കുറച്ച് നാളുകൾ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ആ ആളെ കാണാതായി. അയാൾ വരുന്നേ ഇല്ല, മജ്‌ലിസിൽ പങ്കെടുക്കുന്നേ ഇല്ല. അവിടുന്ന് അതും ശ്രദ്ധിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കണേ, നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മജ്‌ലിസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്‌ലിസ്. ആ മജ്‌ലിസിൽ ഒരു സഹാബി ആബ്സെൻ്റ് ആകുമ്പോൾ, വരാതിരിക്കുമ്പോൾ ആ നേതാവ്, ആ തിരക്ക് പിടിച്ച ആൾ, ആ തിരക്ക് പിടിച്ച മഹാനുഭവൻ അത് തിരിച്ചറിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് ചോദിച്ചു, മാലി അറാ ഫുലാനൻ, എന്തു പറ്റി, ഞാൻ ആ മനുഷ്യനെ കാണുന്നില്ലല്ലോ. അപ്പോൾ സഹാബാക്കൾ പറഞ്ഞു, നബിയെ യാ റസൂലല്ലാഹ് ബുനയ്യ അല്ലദീ റഅയ്തഹു, നബിയെ അങ്ങ് കണ്ട ആ ഒരു കുഞ്ഞു മോനുണ്ടായിരുന്നില്ലേ, ചെറിയ കുട്ടി, ഹലക, ആ കുട്ടി മരിച്ചുപോയി അല്ലാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ പേരിൽ വിഷമം സഹിക്കവയ്യാതെ ആ പാവ മനുഷ്യൻ വീട്ടിലിരുന്ന് കരഞ്ഞു തീർക്കുകയാണ്. അതുകൊണ്ടാണ് അയാൾ പള്ളിയിലേക്ക് വരാത്തതെന്ന് പറഞ്ഞു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? നബിയെ സംബന്ധിച്ചിടത്തോളം ബാക്കി എന്തും നബി സഹിക്കും, പക്ഷേ തൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും വിഷമം വന്നു എന്ന് പറഞ്ഞാൽ അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, അവിടത്തേക്ക് താങ്ങാൻ കഴിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചാടി എഴുന്നേറ്റു, ബാ സഹാബാക്കളെ നമുക്ക് അയാളുടെ അടുക്കലേക്ക് പോവാം. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ആ മനുഷ്യൻ്റെ വീട്ടിലേക്ക്. ആ കാലഘട്ടത്തിൻ്റെ ആ മനോഹാരിതയെ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കണേ. ആ കാലഘട്ടത്തെ നിങ്ങളൊന്ന് ജീവിക്കാൻ ശ്രമിക്കണേ. ആ സദസ്സിൽ ആ സഹാബിയെ കാണാതാകുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിയെക്കുറിച്ച് ചോദിക്കുന്നു. ആ സഹാബാക്കളുടെ കൂടെ ആ സഹാബിയെ സന്ദർശിക്കാൻ വേണ്ടി പോവുക. ആ സഹാബിയുടെ വീട്ടിലേക്ക് എത്തി. ആ വീട്ടിൽ മുട്ടി വിളിച്ചു. നബി തങ്ങൾ അകത്തേക്ക് കയറി. അവിടെ നബി തങ്ങൾ അയാളുടെ കൂടെ ഇരുന്നു. ഫഅസ്സാഹു, അയാൾ ഒരുപാട് സമാധാനിപ്പിച്ചു. ഒന്ന് തലോടിയിട്ടുണ്ടാവും, ഒന്ന് ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും, ഒന്ന് നെഞ്ചത്തിങ്ങനെ തടകിയിട്ടുണ്ടാവും. എന്നിട്ട് അയാളെ സമാധാനിപ്പിക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ ഫുലാൻ, സഹോദര, അയ്യുമാ കാന അഹബ്ബു ഇലൈക്, നിനക്ക് 2 ഓപ്ഷൻ ഞാൻ തന്നാൽ അതിൽ നീ ഏതാ സ്വീകരിക്കുക? ഒന്നാമത്തെ ഓപ്ഷൻ, നിൻ്റെ ജീവിതകാലം മുഴുവൻ നീ ആ മകൻ്റെ കൂടെ സുഖിക്കുക, സന്തോഷിക്കുക, ആഹ്ലാദിക്കുക. അത് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ, ഔ ലാ തഅതി ഗദൻ ഇലാ ബാബിൻ മിൻ അബ്വാബിൽ ജന്ന ഇല്ലാ വജദ്തഹു ഖദ് സബഖക ഇലൈഹി യഫ്തഹു ലക്. അതല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ, നാളെ സ്വർഗത്തിൽ നീ എത്തുന്ന സമയത്ത് നിന്നേക്കാൾ മുന്നേ ഈ മകൻ പോയി അവിടെ ചേരുകയും എന്നിട്ട് നിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് സ്വർഗത്തിലെ 8 വാതിലുകളിൽ നിന്ന് ഓരോ വാതിലുകളും നിനക്ക് വേണ്ടി തുറന്നു തരികയും ചെയ്യുന്ന ആ ഒരു അവസ്ഥ. ഇങ്ങനെ 2 ഓപ്ഷൻ തന്ന സഹോദര, നീ ഏത് ഓപ്ഷനാണ് സ്വീകരിക്കാമെന്ന് ചോദിച്ചു. അത്രയും നേരം കരഞ്ഞു പിടിച്ച് ഉറക്കത്തിലെന്ന പോലെ ഇരുന്നിരുന്ന ഈ മനുഷ്യൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. അയാളുടെ മുഖത്ത് വിഷമത്തിൻ്റെ പകരം ഒരു പ്രത്യേക തിളക്കം കാണാൻ സാധിച്ചു. അയാൾ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, രണ്ടാമത്തെ ഓപ്ഷനെ ഞാൻ സ്വീകരിക്കുക. ഫഹുവ ലക്, അങ്ങനെയാണെങ്കിൽ അത് നിനക്ക് കിട്ടിയിരിക്കുന്നു. നാളെ നിൻ്റെ മകൻ നിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് നിൻ്റെ കൈക്ക് പിടിച്ച് ഓരോ വാതിലുകളായിട്ട് സ്വർഗത്തിൻ്റെ 8 വാതിലുകളും തുറന്ന് നിന്നെ അതിലൂടെ പ്രവേശിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യന് സന്തോഷമായി, കരച്ചിലൊക്കെ മാറി. ആ മനുഷ്യൻ്റെ ദുഃഖം മുഴുവൻ മാറ്റിയിട്ട് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഈ ഹദീസിൽ നിന്ന് നമുക്ക് മകൻ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ക്ഷമിക്കേണ്ട ഫളായിൽ പ്രാധാന്യത, മകൻ നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ വിഷമിക്കുന്നവർക്കുള്ള ഒരു ആശ്വാസം ഒക്കെ കിട്ടുന്നുണ്ട്. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഞാൻ ഈ സംഭവത്തെ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത് ആ കാലഘട്ടത്തിൻ്റെ മനോഹാരിത ഒന്ന് ആലോചിച്ച് നോക്കിയ പ്രിയമുള്ളവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സ്, ആ സദസ്സിൽ ഒരാൾ വരുന്നു, ഒരു കുട്ടിയെ കൊണ്ടിരുന്നു, കുട്ടി കുറേ കളിക്കുന്നു. അതിൻ്റെ പേരിൽ ദേഷ്യം പിടിക്കാത്തൊരു നേതാവ്. ഇപ്പം എൻ്റെ സദസ്സിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ ആ വാതിലടക്ക്, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്ന ഒരു ബുദ്ധിമുട്ടാകരുത്. ഇനി ആരെങ്കിലും അവിടെ വന്നിങ്ങനെ നോക്കും, അതൊരു ദേഷ്യം, അങ്ങനെ ഒന്നുമില്ല. ആ കുട്ടിയുടെ കളി കണ്ടിട്ട് അത് ആസ്വദിക്കുന്ന നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
ആ അനുചരനോട് വളരെ സ്നേഹത്തിൽ നിനക്ക് ആ കുട്ടിയെ ഭയങ്കര ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്ന നേതാവ്, ആ നേതാവിനോട് അതേ അർത്ഥത്തിൽ തന്നെ വലിയൊരു മറുപടി നൽകുന്ന ഒരു 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 അനുയായി, ആ അനുയായെ കുറച്ച് നാൾ കാണാതാകുമ്പോൾ അതിനെ കൃത്യമായി നോട്ട്, ആ കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഇവിടെ എനിക്ക് പറഞ്ഞിട്ട് മതിയാകുന്നില്ല. ആ കൃത്യമായി അതിനെ നോട്ട് ചെയ്യുന്ന നേതാവ് ആ സഹാബിയുടെ വീട്ടിലേക്ക് പോകുന്നു. ആ മനുഷ്യൻ അവിടെ എത്തുമ്പോഴേക്ക് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി വിഷമിച്ചിരിക്കുക. ആ മനുഷ്യൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് വരാൻ കഴിയുന്നില്ല. കാരണം മകനെയും മകൻ്റെ കളികളെയും ഒക്കെ അയാൾക്ക് ഓർമ്മ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് നേരം ഇരിക്കുന്നു, സമാധാനിപ്പിക്കുന്നു. ആ മനുഷ്യൻ്റെ മനസ്സിലുള്ള മുഴുവൻ വിഷമങ്ങളെയും ഇങ്ങനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് വരുന്നു. അയാളുടെ മനസ്സ് ക്ലിയർ ആകുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അടുത്ത് മസ്ജിദ് നബവിയിലെ ഇമാമായി നിശ്ചയിക്കപ്പെട്ട, റമദാനിൽ തന്നെ മസ്ജിദ് നബവിയിലെ ഇമാമായി നിശ്ചയിക്കപ്പെട്ട ഷെയ്ഖ് സാലിഹ് അൽ മുഖാമിസ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽ ജീവിക്കുക എന്നുള്ള സുഹ്ബത്ത് എന്നുള്ള ഭാഗ്യം അത് പൈസ കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യമായിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ ഞങ്ങളുടെ ബാങ്കിലുള്ള മുഴുവൻ ബാലൻസും മുഴുവൻ പൈസയും ഞങ്ങളുടെ മുഴുവൻ സ്വത്തുക്കളും ചെലവഴിച്ചിട്ട് അതിനെ വാങ്ങിയെടുത്തിരുന്നു. പക്ഷേ ദാലിക ഫദ്ലുല്ലാഹി യുതീഹി മൻ യശാ, അങ്ങനെ നമുക്ക് സമ്പത്ത് കൊടുത്ത് വാങ്ങിയെടുക്കാൻ പറ്റുന്ന ഒരു ഭാഗ്യമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിക്കുക എന്നുള്ള ഭാഗ്യം. പിന്നെയോ അള്ളാഹു അവൻ്റെ ഔദാര്യമായിട്ട് അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ചില അടിയാറുകൾക്ക് മാത്രം പ്രത്യേകമായി കൊടുക്കുന്നൊരു ഭാഗ്യം. അപ്പം നമുക്ക് ഈ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് ഈ പറഞ്ഞ സംഭവം ഒന്നും കൂടി നിങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ കണ്ടു വെക്കണം. അപ്പോൾ മനസ്സിലാവും സഹാബാക്കളുടെ മഹത്വം, അപ്പോൾ മനസ്സിലാവും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുക എന്നുള്ളതിൻ്റെ പ്രത്യേകത. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ പറ്റിയില്ലെങ്കിലും നബി തങ്ങളുടെ ഹദീസുകൾ മുമ്പിലുണ്ട്, നബി തങ്ങളുടെ ജീവചരിത്രം മുമ്പിലുണ്ട്, നബി തങ്ങളുടെ അധ്യാപനം മുമ്പിലുണ്ട്, നബി തങ്ങൾ നമ്മുടെ വിജയത്തിന് വേണ്ടി കൊണ്ടുവന്ന പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിലുണ്ട്. അതിനെ നമ്മൾ ചേർത്ത് വെക്കണം. അങ്ങനെയാണെങ്കിൽ കുറച്ച് കാലത്തെ ജീവിതത്തിന് ശേഷം ഇൻഷാ അല്ലാഹ് നാളെ ആഖിറത്തിലേക്ക് പോകുമ്പം ആ റസൂലിൻ്റെ ഒപ്പം നമുക്ക് എത്താൻ വേണ്ടി പറ്റും. സഹാബാക്കളൊക്കെ വിധങ്ങളുടെ വഫാത്തിന് ശേഷം ജീവിച്ചിരുന്ന തന്നെ അങ്ങനെ ആ ഒരു ലക്ഷ്യത്തോടെ എങ്ങനെ പെട്ടെന്ന് മരിക്കും, എങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്തും എന്നൊരു ചിന്ത തന്നെയായിരുന്നു അവർക്ക് ഏത് സമയത്തും ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതിനെപ്പറ്റി സൂചിപ്പിക്കുന്ന ഒരു സംഭവം ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അവസാനത്തിൽ ഇതേപോലെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നബിതങ്ങളുടെ ചരിത്രത്തെ, നബിതങ്ങളുടെ ജീവിതത്തെ നെഞ്ചോട് ചേർത്ത് വെക്കണം. ഇൻഷാ അല്ലാഹ് ആഖിറത്തിലെത്തിയിട്ടും ഈ ഭാഗ്യത്തിൽ നിന്ന് നമ്മൾ മഹറൂമാക്കപ്പെടരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരത്തേക്ക് പോകുമെന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ കൈകടത്തൽ വരുത്തിയിട്ട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിട്ട് അതിനെ കുളവാക്കി വെച്ചവരുടെ കൂട്ടത്തിൽ നമ്മൾ ഒരിക്കലും പെടരുത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളൊക്കെയും ദീനിൻ്റെ മാർഗ്ഗത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇത്തിബാഅ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.